ആക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തോടെ. വയലന്റ് വേണോ? വയലൻസ് ഫുള്ള് വയലൻസ്. മാർക്കൊക്കെ ഒരു ഭീഷണിയോ? അത് പറയാറില്ല, മാർക്ക് കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. മൊത്തം വെടിയും പോകുക. ഇംഗ്ലീഷ് പോത്തന്നെ എല്ലാവരും വെടിയും. ആഷിഖ് കപൂറിന്റെ ഒരു കംബാക്ക് ആയിട്ട് പറയാം. കുഴപ്പമില്ല, നല്ല പടമാണ്, കണ്ടിരിക്കാം. തിയേറ്റർ വാച്ച് മൂവിയാണ്. സ്ക്രിപ്റ്റ് എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. മോസ്റ്റ്ലി വയലൻസ് ആണ്, ഷൂട്ടിംഗ് എല്ലാം ആണ് കാണിക്കുന്നത്. ഏതാ? ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഗംഭീര ആക്ടിങ്, അടിപൊളി. വയലൻസ് ഇല്ല, അത്രയില്ല, പ്രശ്നമില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം? ആക്ഷനാണ് കൂടുതൽ? ആക്ഷനും കോമഡി എല്ലാം. വയലൻസ് ഫുള്ള് വയലൻസ് ആണ്. കൊള്ളാം, നല്ല പടമാണ്. ആക്ഷനാണോ പടം? അടിപൊളി പടം. വയലൻസ് കണ്ടു നോക്കും. വയലൻസ് ആണോ? ചുമ്മാ ഒരു കാര്യം ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുറെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടുത്തുള്ളത്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഇത്ര നല്ലൊരു കമ്പാക്ക്, കിടലൻ കമ്പാക്ക് തന്നെയാണ്. ഹനുമാൻ ഖാൻ വരുന്ന പൊളി, സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. സ്വാഗ് ഒരു രക്ഷയില്ല, കിടിലൻ. ആ ഒരു ബാംഗ്ലൂർ സാധനം തന്നെ പുള്ളി കീപ്പ് ചെയ്ത് പക്കയായിട്ടുണ്ട്. ഒരു ഓവറോൾ ഒരു 10-ലാണെങ്കിൽ 9 കൊടുക്കാം. മീൻസ് ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യുന്ന മരീന് വേണ്ടിയിട്ടാണല്ലോ, മാർക്കോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭീഷണിയാകാൻ തോന്നുന്നുണ്ട്. ക്രിസ്മസ് എന്തായാലും തൂക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാർക്ക് വരാൻ പോകല്ലേ, ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പടം സൂപ്പർ തന്നെ. മലയാളത്തിൽ കണ്ട ഏറ്റവും വയലന്റ് സിനിമയായിട്ട് പറയാൻ പറ്റും ഇതുവരെ. വയലന്റ് മീൻസ് ഡയറക്ഷൻ പ്ലസ് ഇതും പക്ക കിടിലൻ കോംബോ ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചുവരവാണ്, പക്ക കാസ്റ്റിംഗ് എല്ലാം കിടുവാണ്. ആരും ഒരു മോശമല്ല, എല്ലാം അടിപൊളി റോൾസ് ആണ്. ഫാമിലി പ്ലസ് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. തുടക്കം മുതൽ അവസാനം വരെ സ്റ്റാർട്ട് ചെയ്യേണ്ട അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ആക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു, പക്ഷേ എന്തോ ഇവിടെ ഒരു ചേരായ്മയുണ്ട്. എന്താണ് ചേരാനായിട്ട് തോന്നിയത്? പടം മൊത്തത്തിൽ നല്ലതായിരുന്നു. വയലന്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട്. ലേഡീസിനെ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലല്ല, മറ്റേ പുള്ളിയുടെ പേരെന്തുവാ? പുള്ളിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. എല്ലാരും കൊള്ളാം കേട്ടോ, എല്ലാരും കൊള്ളാം, മൊത്തത്തിൽ പൊളി. എൻ്റെ അമ്മ, ഇത് എന്തൊരു പടമാണ്, ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ BGM ഒക്കെ ഒരു രക്ഷയില്ല. ദർശനമൊക്കെ എന്നാ വെടിവെപ്പ് നടത്തുന്നത്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. വിജയരാഘവനൊക്കെ തകർത്തഭിനയിച്ച് ചോര തെറിക്കും, ഒരു രക്ഷയില്ല. എനിക്ക് ഈ ക്രിസ്മസ് എനിക്ക് തോന്നുന്നു ഈ പടം കൊണ്ടുവന്നു തോന്നുന്നു. മാർക്കോ വേറെ ലെവലാണ്, അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ ക്രിസ്മസ് പൊട്ടിച്ച് ഉറപ്പ്. ലൂസിഫറിന് വെല്ലുവിളിയായിരുന്നു. കൊള്ളാം. ലൂസിഫർ കൂടുതൽ എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു അറ്റ്മോസ്ഫിയർ ഒരു തിയേറ്റർ ഇപ്പോൾ തന്നെ കാണുന്നത് എൻ്റെ അഭിപ്രായം. അറ്റ്മോസ്ഫിയറാണ് കണ്ടത്. അല്ല, ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകർ ഇത് അറ്റ്മോസ്ഫിയർ തന്നെ കാണും, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറോളം, ഈ 2 മണിക്കൂറും പ്രേക്ഷകരെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഇത് വാണി വിശ്വനാഥിന്റെ ഒരു തിരിച്ചുവരവ്, അത് നല്ല ഡയറക്ടർക്ക് നല്ലൊരു കൈയടി. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറഞ്ഞ പൊന്നമ്മ ബാബുവിൻ്റെ ഒരു കഥാപാത്രം, പിന്നെ അതേപോലെ തന്നെ ദർശനയുടെ ഒരു വെടിവെപ്പ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. കുറെ പേര് എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ, കൂടുതൽ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട്. ഞാൻ അടുത്ത ഷോയ്ക്ക് കൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഒരു വട്ടം കൂടെ 2:30-ക്കല്ല, ചെറുപ്പ് കഴിഞ്ഞിട്ടുള്ള ഇതില് 9 മണിക്ക്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ ആരും മിക്സ് ചെയ്യില്ല ഈ സിനിമ.